31 സങ്കീർത്തനം 19 വചനം വായിക്കാം. സ്തോത്രം. How great is your goodness, which you have stored up for those who fear you, which you have wrought for those who take refuge in you before the sons of men. Hallelujah. English Bible lo kuda rendu taramaya നന്മകളെ കുറിച്ച് പറയുന്നു. അത് 2 സ്ഥലങ്ങളിലാണ് ദൈവം തരുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവം സംസാരിക്കുന്നു. ഈ 2 നന്മകൾ നമ്മൾ പ്രാപിച്ചിരിക്കുന്നവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 നന്മകൾ പലപ്പോഴും ദൈവജനമായി നമ്മൾ മിസ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മിസ് ആകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ആലയത്തിലേക്ക് കടന്നു വന്ന ദൈവജനത്തെ ഈ 2 വിധമായ നന്മകളെ കൊണ്ട് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ഹൃദയപൂർവകമായ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ആയിരുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. നമ്മൾ എപ്പോൾ വചനങ്ങൾ കേൾക്കുന്നു, അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പോകുന്നു, അങ്ങനല്ലാതെ കർത്താവേ, നിന്റെ ആലയത്തിലേക്ക് ഞാൻ വരുമ്പോൾ ആലയത്തിലുള്ള നന്മ എനിക്ക് നൽകണമേ. ആലയത്തിലെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നന്മ ഞാൻ പ്രാപിച്ച് തന്നെ പോകുമെന്ന ഒരു ഹൃദയപൂർവകമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി ഈ 2 വിധമായ നന്മകൾ നമുക്ക് ദൈവം തരും. സ്തോത്രം. ഒന്നാമത് നമുക്ക് കാണാം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും. സ്തോത്രം. അപ്പം സംഗ്രഹിച്ചതെന്ന് പറഞ്ഞ കരുതി വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് എന്തെന്ന് പറഞ്ഞ, തന്റെ ഭക്തന്മാർക്ക് ഭക്തി ഭയം ആരാ കാണിക്കൂ? തന്നെ സ്നേഹിക്കുന്നവർ മാത്രമേ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തോടെ ഭയം ഭക്തി കാണിക്കൂ. അത് ഞായറാഴ്ച ഭക്തി മാത്രമല്ല, അത് വെള്ളിയാഴ്ച ഭക്തി മാത്രമല്ല, അല്ലെ നമ്മള് ഇടയ്ക്കുള്ള പ്രാർത്ഥനക്കുള്ള ഭക്തി മാത്രമല്ല, ദിനം ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭക്തിയാ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ചെറിയ വിഷയത്തിന്മേല് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ദൈവത്തോട് ഭയം ഭക്തി ഉള്ളത് കാണിക്കുന്നത്. നമ്മുടെ ഓരോ വിഷയത്തിന് ദൈവത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിപ്പിക്കുന്നതാണ് നമ്മുടെ ഭക്തി അവിടെ വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഓരോ വിഷയത്തിനു വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നതാണ് ദൈവത്തോട് ഭയം ഭക്തി എന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഇന്റിമേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമ്മൾ എന്തായാലും കരുതി വെക്കും. ഹല്ലേലൂയ. നമ്മളെ കെയർ ചെയ്തില്ലെങ്കിൽ, നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്തായാലും കിട്ടുമോ മോളെ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ മകളെ പോലെ, മകനെ പോലെ ഏത് വിഷയത്തിന് എന്റെ പിതാവെ അറിയാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. എന്റെ പിതാവിനെ ഇഷ്ടമില്ലാത്ത ഞാൻ ഒരു വഴിക്ക് പോകുന്നില്ല. എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഒരു കാര്യത്തിലും ഞാൻ കൈവെക്കുന്നില്ല. എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഒരു ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്റെ പിതാവിന് ഇഷ്ടമില്ലാതെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ല. എല്ലാം എന്റെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആര് തീരുമാനിച്ച് ദൈവത്തോട് ഭയം ഭക്തി ഉള്ളവരായി തീരുവോ, അവർക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചിലത് കരുതി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ആ ഭയം ഭക്തി ഉള്ളപ്പോൾ മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. അതേപോലെ അടുത്ത വചനത്തിൽ പറയുന്നത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. സ്തോത്രം. 2ാമത് റൂൾ ദൈവം പറയുന്നു, മനുഷ്യപുത്രന്മാര് മുമ്പാകെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യമാണ് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ആശ്രയിക്കുന്നത്. നമ്മുടെ റൂമിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, നമുക്ക് നമ്മുടെ ആലയത്തിലോ വന്ന് ചാടിത്തുള്ളി ആരാധിക്കാൻ അറിയാം. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ജാതികളുടെ മുമ്പിൽ, അല്ലെ അന്യ ജാതികളുടെ മുമ്പിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അവിടെയാണ് ദൈവം കാണുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചോദ്യവും 10 പേര് ദൈവത്തെ അറിയാത്തവരുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കാണാറുണ്ട്, പെന്തക്കോസ്തുകാരൻ വിളിക്കപ്പെടുന്നവരെ തന്നെ ആലയത്തിൽ ഒരു സ്വഭാവവും ആലയത്തിന്റെ പുറത്ത് ഒരു സ്വഭാവം, ആലയത്തിൽ ഒരു വേഷം, പുറത്തു പോയി കഴിഞ്ഞ് വേറൊരു വേഷത്തിലേക്കാണ് മനുഷ്യർ നീങ്ങി പോകുന്നത്.
ദൈവം ഇതെല്ലാം കാണുന്നു. ഹല്ലേലൂയ. പല സന്ദർഭങ്ങളില് നമ്മൾ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പേര് കിടക്കുന്നത് എവിടെയാ? നമ്മുടെ റെക്കോർഡ്സിൽ നമ്മുടെ പേര് കിടക്കുന്നത് എവിടെയാ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഒരു വീടിന് വേണ്ടോ, ഒരു ലോണിന് വേണ്ടോ, മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടോ, അല്ലെ ചെറിയ നന്മയ്ക്ക് വേണ്ടോ ഞാൻ ക്രിസ്ത്യാനി അല്ല നീ നിൽക്കുന്ന അനേകർ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ഞായറാഴ്ച വരുമ്പോൾ വെള്ള വസ്ത്രധാരിയായി ആലയത്തിൽ നിൽക്കുന്നത് അനേകരും ഉണ്ട്. പ്രിയ ദൈവജനമേ, ദൈവം പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ നീ ദൈവത്തെ ആശ്രയിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നന്മ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. ഈ നന്മകൾ പ്രാപിക്കാതെ പലപ്പോഴും ക്രൈസ്തവ സമൂഹം ദൈവം വെച്ചിരിക്കുന്ന, കരുതി വെച്ചിരിക്കുന്നത്, ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നന്മകൾ പ്രാപിക്കാതെ പോകുന്നത് കാരണം എന്തെന്ന് പറഞ്ഞ പൂർണ്ണമായ ഭയം ഭക്തി ദൈവജനത്തിനില്ല. രണ്ടാമത് വന്നിട്ട് മനുഷ്യരുടെ മുമ്പില് ദൈവത്തെ ആശ്രയിക്കാതെ മനുഷ്യർക്ക് വേണ്ടി ഭക്തി അഭിനയിക്കുന്ന ചില ഭക്തി ജീവിതത്തിലുള്ള പോരായ്മ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഈ രണ്ട് വിഷയത്തിൽ നീ നേരെ വന്നെങ്കിൽ ഞാൻ കരുതി വെച്ചിരിക്കുന്ന ആ നന്മകൾ രണ്ട് നിനക്ക് നൽകൂ. നീ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാവൂ. നിന്റെ ജീവിത ചരിത്രയെ ഞാൻ മാറ്റുമെന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ഈ രണ്ട് വിഷയങ്ങള് നിറവേറിയ ഒരു വ്യക്തിയെ ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാർ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2 രാജാക്കന്മാർ പുസ്തകം 20-ാം അധ്യായം 1 തൊട്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിൽ ആക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുമരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും. നമ്മളിവിടെ വായിച്ചത് ഹിസ്കിയ രാജാവിന്റെ ഒരു ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. വായനയിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിൽ താൻ വളരെ ഭയം ഭക്തിയുള്ള ദൈവ പുരുഷനായി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരു മരണകരമായ രോഗം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. തന്റെ ശരീരത്തിൽ ഒരു പുണ്ണ് ഉണ്ടായി. അത് നമ്മൾ ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അതൊരു ക്യാൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മരണകരമായ രോഗം വന്നപ്പോ താൻ അനേക വൈദ്യന്മാർ താൻ ആശ്രയിച്ചു. അനേക രീതിയിലുള്ള ചികിത്സകൾ അവന് ചെയ്തു. എന്നാൽ അതിന് ഒരു വ്യത്യാസം തന്റെ ജീവിതത്തിൽ കണ്ടില്ല. എന്നാൽ താൻ പ്രാർത്ഥന നിർത്തിയില്ല. താൻ ദൈവത്തോടെ ഭയം ഭക്തി നിർത്തിയിട്ടില്ല. യഥാവിധി താൻ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആ ഭയം ഭക്തി ഉള്ള വ്യക്തി ആയതുകൊണ്ട്, ദൈവത്തോടെ എന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇവിടെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മ ഹിസ്കിയായുടെ അടുത്ത് ദൈവം അയക്കുക. ഹല്ലേലൂയ. നമ്മൾ വായിച്ചല്ലോ, തന്റെ ഭക്തന്മാർക്ക് ദൈവം ഏതാ തരുവൻ പറഞ്ഞ് കരുതി വെച്ചിരിക്കുന്ന നന്മ. ഹല്ലേലൂയ. ഇപ്പൊ ഹിസ്കിയായുടെ അടുത്ത് കരുതി വെച്ചിരിക്കുന്ന നന്മയായിട്ട്
ദൈവം അയക്കുന്ന ഒരു വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന് ഇതാ ഹിസ്കിയയുടെ അടുത്ത് വരുക. എന്താ പറയുന്നറിയാവോ? ദൈവത്തിന്റെ സന്ദേശമായിട്ട്. ഹല്ലേലൂയ. നീ ആൾറെഡി ഈ രോഗത്താൽ നീ ഭാരപ്പെടുന്നുണ്ടല്ലോ, നിന്റെ സമയം കഴിഞ്ഞ് നീ 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 ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോ, നിന്റെ വീടെല്ലാം ഒരുക്കിക്കോ, ഇതാ നിന്റെ ദിവസങ്ങൾ തീരാറായ നീ. ഹല്ലേലൂയ. ഇത് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചപ്പോ ദൈവത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് പറയാമല്ലോ, ഞാൻ ഹിസ്കിയാനെ സൗഖ്യമാക്കാൻ പോവാൻ പ്രാർത്ഥിക്കുന്നു, അവന് പ്രാർത്ഥന ഞാൻ കേട്ടു, അവന് നല്ല വ്യക്തിയെന്ന് ദൈവത്തിന് അറിയാം. എന്ന് ദൈവം പറഞ്ഞ് ഹിസ്കിയാവെ നിന്നെ ദൈവം സൗഖ്യമാക്കുമെന്നു അതിന് ഒരു വാർത്ത പറയാൻ കഴിയും ദൈവത്തിന്. പക്ഷെ അതല്ല ദൈവം പറഞ്ഞത്, ഹിസ്കിയാവെ നിന്റെ സമയം കഴിഞ്ഞ് നീ വീടെല്ലാം ഒരുക്കിക്കൊള്ളാൻ പറഞ്ഞ് ദൈവത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മൾ ദൈവത്തോട് ഭയം ഭക്തി ഉള്ളവരാണെങ്കിൽ ദൈവം നമുക്ക് കരുതി വെച്ചിരിക്കുന്ന നന്മ ആദ്യം നമ്മൾ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ വചനത്തിലോ കൂടെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിൽ ദൈവം നമ്മുടെ ഭാവിയെ കുറിച്ച് അല്ലെ നെക്സ്റ്റ് മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നു, വരുന്ന കാലങ്ങൾ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ വചനത്തിലെ കൂടെയാണ്. ഹല്ലേലൂയ. യെശയ്യാ വന്നിട്ട് പറയുന്നു, നിന്റെ സമയം കഴിഞ്ഞ് നീ റെഡി ആക്കിക്കോളാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദേശമാണ് ഭയം ഭക്തിയുള്ള ഒരു വ്യക്തി ആദ്യം കേൾക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സൗഖ്യമല്ല, അവിടെ വിടുതലല്ല, അവിടെ ദൈവത്തിന്റെ അത്ഭുതം ഉടനെ അല്ല കേൾക്കുന്നത്. പക്ഷെ ആദ്യം നമ്മള് ഭയം ഭക്തിയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്നത് തന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയായുടെ അടുത്ത് തന്റെ വചനത്തെ ദൈവം അയച്ചു, നീ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോ അവിടെ ഒരു ടെസ്റ്റിംഗ് ആണ് ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാർ കരുതി വെച്ചിരിക്കുന്ന നന്മ കൊടുക്കാൻ വേണ്ടി ഹിസ്കിയ രാജാവിന് ദൈവം ഒരുക്കുക. ഹല്ലേലൂയ. ഉടൻ തന്നെ ഹിസ്കിയ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പറയുക, കർത്താവേ ഞാൻ എങ്ങനെ ജീവിച്ചോ എന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. നമുക്കിന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ കഴിയുമോ? ദൈവത്തിന്റെ വചന അടിസ്ഥാനത്തിൽ ദൈവമേ ഞാൻ എങ്ങനെ ജീവിച്ചോ, ദൈവമേ എന്നെ ഓർക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഹിസ്കിയ തന്റെ ആ വാർത്ത കേട്ട ഉടനെ തന്റെ വിഷമം കൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് പോയില്ല, അല്ലെ വീട്ടിലുള്ള ഭാര്യയുടെ അടുത്ത് പോയില്ല, അല്ലെ മകന്റെ അടുത്ത് പോയില്ല, അല്ലെ ബന്ധുക്കാരനെ വിളിച്ചോ മന്ത്രിമാരനെ വിളിച്ചോ, എന്റെ സ്ഥിതി ഇതിയാ, നീ പെട്ടെന്ന് എല്ലാ സംഭവങ്ങൾ ഒരുക്കാനേ ആർക്ക് കൽപ്പിച്ചില്ല. പ്രിയ ദൈവജനമേ, താൻ കേട്ട വചനം പിടിച്ച് ദൈവത്തോടെ തന്റെ മൂക്കും ഭിത്തിയോട് ചേർത്ത് ദൈവത്തോട് പറയുക, അപ്പാ ഞാൻ എങ്ങനെ ജീവിച്ചോ, എന്റെ നീതിയുള്ള ജീവിതം, എന്റെ ഭക്തി ജീവിതം, എന്റെ യഥാർത്ഥ ജീവിതം എങ്ങനെയുണ്ടോ എന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. ദൈവത്തോടെ അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്ക് ഭയം ഭക്തിയുള്ള ഒരു ജീവിതം നമ്മളെ നയിക്കുന്നെങ്കിൽ ദൈവത്തോടെ നമുക്ക് ശക്തമായി ധൈര്യത്തോടെ ചോദിക്കാം, അപ്പാ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നമ്മുടെ ഭക്തി ജീവിതം എങ്ങനെയുണ്ട്? ദൈവം ഒരു സന്ദേശം നിനക്ക് അയക്കുമ്പോൾ നിന്റെ മറുപടി എങ്ങനെയുണ്ട്? നിന്നെ ഓരോ കാര്യത്തിന് നിന്നെ പ്രിപ്പയർ ചെയ്യുവാനും പലപ്പോഴും ദൈവദാസന്മാരിലോ കൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണുന്ന മെസ്സേജിലോ കൂടെ ആയിരിക്കാം, അല്ലെ ടിവിയിലോ കൂടെ കാണുന്ന വർത്തമാനമായിരിക്കാം, ഏതായാലും ആയിക്കൊള്ളട്ടെ, വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന വചനത്തിന് വേണ്ടി നീ എങ്ങനെ നിൽക്കുന്നേ? ഹല്ലേലൂയ. ഇന്ന് പലകാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. പലപ്പോഴും നമുക്ക് കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞു മുഖം കൊണ്ട് മനുഷ്യരെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. നമ്മുടെ ഭാരങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പറയാറുണ്ട്. പ്രിയ ദൈവജനമേ, അത് നമുക്ക് പരിഹാരമല്ല. മനുഷ്യരുടെ മുമ്പിൽ പറയുമ്പോൾ എന്റെ അനുഭവമാണ്, ഇന്ന് അവർ കേൾക്കൂ, നാളെ കേൾക്കൂ, മറ്റന്നാള് ഈ വിഷയവും മറ്റ് 3 പേർക്ക് 4 പേർക്ക് അവർ പറയും. നമ്മളെ അവർ തുച്ഛമായി നോക്കൂ, പരിഹാസിക്കൂ, അവർ നിന്ദിക്കൂ. ഇതാണ് മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ. ഞാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് സൈക്കോളജി ഞാൻ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്ത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഭാരം ആർക്കെങ്കിലും പറഞ്ഞു തീർത്താലേ ഒരാശ്വാസം കിട്ടും, അല്ലെ? അതാണ് സൈക്കോളജിയിൽ പഠിപ്പിക്കുന്നത്. ഇതിങ്ങനെ ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ എന്താവും? ടെൻഷൻ ആവും, ആൻസൈറ്റി ആവും, പിന്നെ മൈൻഡ് റെസ്റ്റ്ലെസ് ആവും. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ആരെങ്കിലും മുമ്പിൽ ഈ വിഷമം കൊണ്ടുപോയിക്കും.
പക്ഷേ അത് വെച്ച് സൈക്കോളജി തന്നെ പറയുന്നു, ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞ് അവർ നമ്മൾ ഏറ്റവും ചീപ്പായി നോക്കുമെന്ന്. പക്ഷേ നമ്മുടെ ഹൃദയഭാരം കൊണ്ട്, എന്റെ ജീവിതാനുഭവമാണ്, ഏത് വിഷയമായിക്കൊള്ളട്ടെ സ്വച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലല്ലേ നമ്മൾ ഇരിക്കുന്ന ആ മുറിയിൽ തന്നെ കണ്ണുനീരോടെ അപ്പാ എന്റെ അവസ്ഥിതി, എനിക്ക് വേറെ ആശ്രയമേ ആരുമില്ല ദൈവമേ, ഈ വചനമല്ലാതെ നീ അല്ലാതെ എനിക്ക് ആരുമില്ലെന്ന് നമ്മൾ കരയുമ്പോഴുണ്ടല്ലോ ദൈവത്തിന്റെ ആശ്വാസം, എന്നേക്ക് നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അത്ര നല്ല സ്നേഹിക്കുന്ന ദൈവമാണ്. എന്റെ ജീവിതത്തിൽ 100 കണക്കിന് അനുഭവങ്ങളാണ്. ഈ കേരളത്തിലേക്ക് ഞാൻ ഭാഷ അറിയാതെ, ഈ കൾച്ചർ അറിയാതെ, ഈ മനുഷ്യർ ആരാണ് എന്താണ് ഒന്നും അറിയാതെ ഒരു മിഷണറിയായി ദൈവദാസന്റെ കൂടെ വിവാഹശേഷം ഇവിടെ വന്നപ്പോ ഞാൻ കടന്നുപോയ അനുഭവങ്ങള് ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ കരുതുന്നവരെ ഒരു പക്ഷെ നമ്മൾ കൈവിടാറുണ്ട്. പ്രിയദൈവമേ, ആ സമയത്ത് ദൈവമല്ലാതെ നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ല. ആ സമയങ്ങളില് ഈ ദൈവത്തിന്റെ വചനമാണ് എനിക്ക് ആശ്രയമായത്. ഞാൻ വചനം വായിക്കൂ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടയിൽ വചനം വായിക്കൂ, ദൈവം കൃത്യം എന്നോട് ഇടപെടും. ആ വചനത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ വചനം എന്റെ ജീവിതത്തിൽ നിറവേറ്റിയാലും മതിയോ അപ്പാനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നിശ്ചയമായി ആ കഷ്ടത്തിൽ നിന്ന് നമ്മളെ മുമ്പോട്ട് നയിക്കും. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവ് തനിക്ക് ശ്രമ വരുമ്പോൾ, കഷ്ടം വന്നുമ്പോൾ ഒരു മനുഷ്യനെ ആശ്രയിച്ചില്ല. അവന് രാജാവാണ് അവിടെ പറയുന്നത്. രാജാവിന് എന്ത് ജനമുണ്ട് ആശ്രയിപ്പാൻ, പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് പൽക്കാലം നമ്മുടെ കഷ്ടത്തില്, നമ്മുടെ പ്രയാസത്തിൽ നമ്മളെ ദൈവത്തിന്റെ മുഖം നോക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ഒരു ടെസ്റ്റിംഗ് ആണ് ഹിസ്കിയാക്ക് അവിടെ നടത്തി. ആ ടെസ്റ്റില് ദൈവം മനുഷ്യരുടെ മുഖമല്ല നോക്കിയത്, ദൈവത്തിന്റെ മുഖമാണ് നോക്കി. അതിനുശേഷം ദൈവം പറയുന്നു, ഒന്ന് യെശയ്യാ പ്രവാചകന് ആ വാതില് കഴിഞ്ഞു പോയിട്ടില്ല ആ കൊട്ടാരത്തിന്റെ അകത്ത്. ഈ സന്ദേശം പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. ഹിസ്കിയാടെ കണ്ണുനീർ ദൈവം കണ്ടു. ഉടൻ തന്നെ യെശയ്യാവോട് പറയുന്നു, എന്റെ ദാസിന്റെ അടുത്ത് പോയി ആയുഷ് 15 വർഷം കൂടെ ഞാൻ നീക്കി നൽകിയനി ഈ നല്ല സന്ദേശം കൊണ്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹിസ്കിയ രാജാവിനോട് ദൈവം പറയുന്നു, 15 വർഷം കൂടെ എനിക്ക് ഞാൻ ദീർഘായുഷ് നൽകിയ. ഹിസ്കിയ അമ്മയുടെ ഉദരത്തിൽ വരുന്ന മുമ്പേ ഹിസ്കിയയുടെ ജീവിതത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. 15 വർഷക്കാലം കൂട്ടിക്കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. അത് എങ്ങനെ അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞേ? ദൈവത്തിലെ ആശ്രയിച്ചതുകൊണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നിന്നെ തള്ളിക്കളയുന്ന മനുഷ്യരുണ്ടായിരിക്കുക, നിന്നെ പരിഹാസിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കുക, നിന്നെ വിരളം ചുണ്ണി പലതും പറയുന്ന മനുഷ്യരുണ്ടായിരിക്കുക. പക്ഷെ നീ ദൈവത്തിന് ആശ്രയിക്കാൻ കഴിയുമോ? ദൈവം നിന്നെ മാനിക്കോ? ഹല്ലേലൂയ. ഒരു മനുഷ്യനും കണ്ടിട്ട് കാണാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരു ചെവി കേട്ടാത്തത്, ആ നന്മ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയ രാജാവിനോട് ആ നെക്സ്റ്റ് മിനിറ്റിൽ പറയിപ്പിക്കുന്നു, 15 വർഷക്കാലം ദീർഘായുഷ്. ഹല്ലേലൂയ. ഇത് വൈദ്യശാസ്ത്രന്മാരോ അല്ലെ വൈദ്യന്മാരോ തരുന്നതല്ല, ദൈവം ഹിസ്കിയ ജനിക്കുന്ന മുമ്പേ കൂട്ടി വെച്ചിരിക്കുന്ന ആയുഷാണ്. ഹല്ലേലൂയ. ആ നന്മ കരുതി വെച്ചിരിക്കുന്ന. അതാണ് നമ്മൾ വായിച്ച 2-ാം ലൈനില് 31-ാം സങ്കീർത്തനം 2-ാം ലൈനില് 19-ാം വചനം 2-ാം ലൈനില് നമ്മൾ വായിച്ചത്, മനുഷ്യപുത്രന്മാർ മുമ്പാകെ കരുതി വെച്ചിരിക്കുന്ന നന്മ എത്രയോ വലിയത്. ഹല്ലേലൂയ. ആ വലിയ നന്മ ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിൽ 15 വർഷമായിട്ട് തനിക്ക് ലഭിച്ചപ്പോ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഇത് എങ്ങനെ എനിക്ക് മനസ്സിലാകണമെന്ന്. നീ 3-ാം ദിവസത്തെ ആലയത്തിലേക്ക് നീ പോകൂ. നീ ആലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ക്ലോക്കിലുള്ള 10 മിനിറ്റ് പുറകോട്ട് വരുക. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിൽ നടന്ന ചരിത്രം ഈ സൃഷ്ടിയിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന. ഹല്ലേലൂയ. നീ മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം ഒരു ചരിത്രമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. ഒരു പക്ഷെ മനുഷ്യര് നിന്നെ ഇപ്പം കണ്ടുകൊണ്ട് പരിഹാസിക്ക, നിന്ദിക്ക, കളിയാക്ക, പലതും പറയാം. പക്ഷെ ഞാൻ എന്റെ ദൈവത്തെ ആശ്രയിക്കുന്നു. എന്റെ ദൈവമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എന്റെ ദൈവം എന്നെ വിടുവിക്കൂ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കൂ, എന്റെ ദൈവം എന്റെ ഭക്തി
ഭക്തി ജീവിതം കാണുന്നു. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കാണുന്നു. ഞാൻ ഒരു ദൈവ പൈതലനി ഒരു കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ഒരു ചരിത്രയാക്കി മാറ്റി ദൈവം മാനിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മ കൊടുത്തു. അതുപോലെ തനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നന്മ കൂടെ തക്ക സമയത്ത് കൊടുത്ത് ദൈവം ഹിസ്കിയാനെ മാനിച്ചു. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പല വിഷയങ്ങളിലും ഭാരം അനുഭവിക്കുന്നു, പല വിഷയങ്ങളിലും നിരാശ കൊണ്ട് നടക്കുന്നെങ്കിൽ, പല വിഷയങ്ങളിലും ഞാൻ എന്തിനാ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്നതിന് ഒരു പക്ഷേ ഒരു ചിന്തയോടെ ഇന്ന് പകൽക്കാലം ആയിരുന്നെങ്കിൽ നിന്റെ വിശ്വാസമോ ഭംഗം വരാതെ ദൈവം നിന്നെ മാനിക്കൂ. ഹല്ലേലൂയ. ഭയത്തോടെ ഭക്തിയോടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചന അടിസ്ഥാനത്തിൽ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമ്മൾ നമുക്ക് ദൈവദാസന്മാരിലോ കൂടെയോ അല്ലെ വചനത്തിലോ കൂടെ സംസാരിക്കുന്ന ആ വാക്യങ്ങള് ആ വചനങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ, മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ, ഞാൻ എന്റെ മരണം വരും എന്റെ ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെ ഞാൻ ആശ്രയിക്കുകയില്ല നമ്മൾ തീരുമാനിച്ചെങ്കിൽ ദൈവം നിന്നെ മാനിക്കൂ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ ദൈവം മാനിക്കൂ, നിന്റെ സമൂഹത്തിലെ ദൈവം മാനിക്കൂ, നിന്റെ രാജ്യത്തെ ദൈവം മാനിക്കൂ. ഇന്നെ പോലെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇല്ലാതെ ഒരു പുതിയ ചരിത്രം എനിക്ക് ദൈവം നൽകി മാനിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിലോ കൂടെ ദൈവം അനേകരോട് സംസാരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഈ വചന മുഖാന്തരം ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം എനിക്ക് ഈ സമയം അനുവദിച്ച ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.